കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ടാങ്ക് കുറേ നാളായിട്ട് നമ്മൾ മെയിൻ്റനൻസിന് വേണ്ടി ഇട്ടേക്കുകയാണ്. അതിൽ ടാർപോളിൻ ഉണ്ട് എന്നുണ്ടെങ്കിലും ആ ടാർപോളിൻ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന 6R ആയിരുന്നു. അത് കറക്റ്റ് സൈസ് അല്ല. അപ്പോൾ നമ്മൾ അതിനകത്ത് പ്ലാസ്റ്റിക് ഷീറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്ലാസ്റ്റിക് ഷീറ്റിന് കംപ്ലയിൻറ്റ് വന്നു, അങ്ങനെ ലീക്ക് ആവാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ അത് മെയിൻ്റനൻസിന് വേണ്ടി ഇട്ടേക്കുമായിരുന്നു. ഈ കാണുന്ന ടാങ്കും മറ്റ് ടാങ്കുകളൊക്കെ സെറ്റ് ചെയ്യുന്ന ആ ഒരു തിരക്കിൽ നമ്മൾ ഇതിൻ്റെ കാര്യം പെൻഡിങ് ആക്കി വെച്ചേക്കായിരുന്നു. കാരണം ഇത് ചെറിയൊരു ടാങ്കാണ്. അപ്പോൾ ഇതിനധികം സമയമൊന്നും എടുക്കില്ല. നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഈ കാണുന്ന ആ ഒരു പോളിത്തീൻ ഷീറ്റ് കണ്ടില്ലേ, അത് കേടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുതിയത് വിരിക്കണം, അത്രയേ ഉള്ളൂ. ലീക്കായിട്ട് കണ്ടില്ലേ, ഇതിലെ വെള്ളം മുഴുവൻ വറ്റിപ്പോയി. ഇതിൽ കുറച്ച് ചെടികൾ എടുക്കുന്നുണ്ട്. ഈ ചെടികളെല്ലാം നമ്മൾ എടുത്ത് മാറ്റാനാണ് പോണത്. ഇനി നമ്മൾ ചെടികൾ ഇടുന്നില്ല. അപ്പോൾ ഈ കാണുന്ന മഞ്ഞ നിറത്തിലുള്ളതാണ് അതിൽ വിരിക്കാനായിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ള പോളിത്തീൻ ഷീറ്റ്. അപ്പോൾ നമ്മൾ പോളിത്തീൻ ഷീറ്റാണ് വിരിക്കാൻ പോകുന്നത്. ടാർപോളിൻ ഷീറ്റ് നമ്മൾ ഇപ്പോൾ വിരിക്കുന്നില്ല. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ ടാർപോളിൻ യൂസ് ചെയ്യും. കാരണം ഈ ഒരു പോളിത്തീൻ ഷീറ്റ് എപ്പോഴും ടാർപോളിൻ്റെ അടിയിൽ ലൈനിങ്ങിന് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ടാർപോളിൻ ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ സൺലൈറ്റ് അടിക്കുമ്പോൾ അതിന് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും വരില്ല. പക്ഷേ അതേസമയം ഈ പോളിത്തീൻ ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറേ സൺലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ അത് കീറാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ ഒരു ഷീറ്റ് നമ്മൾ താൽക്കാലികമായിട്ട് വിരിക്കുന്നതാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ടാർപോളിൻ തന്നെ ഇതിനകത്ത് യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ആ ഷീറ്റ് ഇതിനകത്ത് വിരിച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് എക്സ്ട്രാ പീസ് എടുത്തിട്ടുണ്ട്. എക്സ്ട്രാ പീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കണ്ടില്ലേ, അത്യാവശ്യം കുറേ നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇത് കവർ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് വലിച്ച് വയ്ക്കാൻ പറ്റും സൈഡിലേക്ക്. കാരണം നിങ്ങൾക്കറിയാം ഈ ഒരു ടാങ്ക് നമ്മുടെ വീടിനോട് ചേർന്നാണ് നിൽക്കുന്നത്. ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സെപ്പറേറ്റ് നിൽക്കുന്ന ഒരു ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഇത് എടുക്കാം. പക്ഷേ ഇത് ആ ഒരു സൈഡിലൊന്നും നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്നില്ല, കാരണം ചുമരിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വലിച്ച് സൈഡിലേക്ക് ടൈറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് എക്സ്ട്രാ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ സൈഡിൽ വെള്ളം നിറഞ്ഞ് വരുമ്പോൾ തന്നെ സൈഡ് ഒന്ന് ക്ലീനാക്കി നീറ്റാക്കി വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് റഫായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. വെള്ളം നിറഞ്ഞ് വരുമ്പോൾ നമ്മൾ കണ്ടില്ല, അടിഭാഗം നമ്മൾ ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട്, എയറൊന്നും ഇല്ലാതെ. അപ്പോൾ ഇനി വെള്ളം നിറഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ സൈഡൊക്കെ ക്ലീനാക്കി അവസാനം സെറ്റാക്കി കാണിക്കാം. ഇപ്പോൾ ഇതേ നമ്മൾ വെള്ളം നിറച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 3/4 ഭാഗത്തോളം നിറച്ചിട്ടുണ്ട്. പിന്നെ സൈഡിൽ അത്യാവശ്യമൊക്കെ നമ്മൾ ഒതുക്കി വലിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. എന്തുകൊണ്ടാണ് നമ്മൾ എത്രയും പെട്ടെന്ന് ഈ ഒരു ടാങ്ക് സെറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ റെഡ് ക്ലോ ക്രേഫിഷുകൾ ബ്രീഡായിട്ടുണ്ട്. ബ്രീഡായി മുട്ടയിട്ട് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഫീമെയിലിൻ്റെ അടിഭാഗത്തു നിന്ന്, അതായത് ടെയിലിൻ്റെ അടിയിൽ നിന്ന് അവർ സെപ്പറേറ്റ് ആയിട്ട് വന്നു തുടങ്ങി. അപ്പോൾ ഇനി നമുക്ക് അവരെ പതുക്കെ സെപ്പറേറ്റ് ട്രേകളിലേക്ക് മാറ്റേണ്ടതുണ്ട്. അത് എത്രയും പെട്ടെന്ന് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചില പണിയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഫീമെയിൽ ക്രേഫിഷ് ചിലപ്പോൾ തിന്നാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അവരെ ഇടാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് കുറച്ച് ട്രേകളിലാണ്. ആ ട്രേകളിൽ ഇപ്പോൾ നമ്മുടെ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളുടെ കുഞ്ഞുങ്ങളും കുറച്ച് പ്ലാറ്റുകളും കൂലിലോച്ചുകളൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ ആ 4 ട്രേയിലെ എല്ലാ മീനുകളെയും നമ്മൾ ഇതിനകത്ത് കൊണ്ടിടാൻ പോവുകയാണ്. നമ്മൾ ഇന്ന് തന്നെ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മീനുകളെയാണ് ഇന്ന് നമ്മൾ ഇതിലേക്ക് ഇറക്കി വിടാനായിട്ട് പോണത്. അപ്പോൾ അവരെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആ ഒരു ഇത് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അർജൻറ്റായിട്ട് ഇത് ഇപ്പോൾ തന്നെ പെട്ടെന്ന് ചെയ്തത്. കാരണം ആ ട്രേകൾ നമുക്ക് കാലിയാക്കി എടുക്കണം. എന്നിട്ട് വേണം ക്രേഫിഷിൻ്റെ കുഞ്ഞുങ്ങൾ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ ഈ ടാങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കുറച്ച് ഈ ഒരു പോളിത്തീൻ ഷീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വൃത്തിയായിട്ട് ഒതുക്കി വെക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നമ്മളിത് ടെറസിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് ആ ട്രേകൾ. ഈ ട്രേകളിലേക്കാണ് നമ്മൾ ക്രേഫിഷിൻ്റെ കുഞ്ഞുങ്ങളെ മാറ്റാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് എല്ലാ മീനുകളെയും പിടിച്ച് മാറ്റാം. അപ്പോൾ ആദ്യത്തെ ഈ ട്രേയിൽ കണ്ടില്ല, ആ ചെടികൾ കിടക്കുന്ന ട്രേയിൽ കൂലിലോച്ചുകളും കുറച്ച് പ്ലാറ്റുകളാണ് കിടക്കുന്നത്. ഈ രണ്ടാമത്തെ ട്രേയിൽ കിടക്കുന്നത് നമ്മുടെ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളുടെ കുഞ്ഞുങ്ങളായിരുന്നു. അവരിപ്പോൾ വലുതായി. ഇതിനകത്തും അത് തന്നെയാണ്, കുറച്ച് വലുതായിട്ടുണ്ട് എല്ലാവരും. ഇതിനകത്ത് പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളാണ് കിടക്കുന്നത്, കുറച്ച് വലുതായിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും നമുക്ക് ഇപ്പോൾ തന്നെ പിടിച്ച് മാറ്റിയിട്ട് ആ ഒരു ടാങ്കിലേക്ക് കൊണ്ടിടാം. പിന്നെ ക്രേഫിഷിൻ്റെ കുഞ്ഞുങ്ങളെ ഇത്തരത്തിലെ ക്രേറ്റുകളിലേക്കൊക്കെ മാറ്റുന്ന സമയത്ത് റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫ്രഷ് വാട്ടറിലേക്ക് ആഡ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതായത് അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അത്യാവശ്യം മീനുകൾ കിടക്കുന്ന ടാങ്കിലെ വെള്ളവും പിന്നെ ഫ്രഷ് വെള്ളവും കൂടി മിക്സ് ചെയ്ത് ഇടാനാണ് പറയുന്നത്. കാരണം ഫ്രഷ് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ഈ കുഞ്ഞുങ്ങൾക്ക്, ക്രേഫിഷിൻ്റെ കുഞ്ഞുങ്ങൾക്ക് അതിനോട് ടോളറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ചത്തുപോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 1-2 ദിവസം മുമ്പ് ഇതുപോലെ ട്രേകളിൽ വെള്ളം നിറച്ച് വെക്കുകയാണ് നല്ലത്. അപ്പോൾ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ 2-3 ദിവസം കഴിയുമ്പോൾ അത് ബാലൻസ് ആയിട്ട് വരും. എന്നിട്ട് ഈ ക്രേഫിഷിൻ്റെ കുഞ്ഞുങ്ങൾ അതിലേക്ക് ഇറക്കി വിടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ട്രേകൾ നിങ്ങൾ കണ്ടില്ലേ, ഈ ട്രേകൾ നമ്മൾ ഓൾറെഡി മീനുകളെ വളർത്തുന്ന ട്രേകളായതുകൊണ്ട് തന്നെ അതിനകത്ത് ബെനിഫിഷ്യൽ ബാക്ടീരിയാസും എല്ലാ സാധനങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് സാധാരണ രീതിയിൽ ക്ലീൻ ചെയ്ത് കുറച്ച് വെള്ളം നിറച്ച് ഇട്ട് പിന്നെ ക്രേഫിഷുകളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനകത്ത് കുറച്ച് ഹൈഡിങ് സ്പോട്ട് സെറ്റ് ചെയ്തിട്ടാൽ മാത്രം മതി. അപ്പോൾ വെള്ളം നിറച്ച് ഹൈഡിങ് സ്പോട്ട് സെറ്റ് ചെയ്ത് ഒരു 3-4 ദിവസം ഇട്ടതിന് ശേഷം ക്രേഫിഷിൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് ആ ട്രേയിലേക്ക് ഇറക്കി വിടാം. അപ്പോൾ എന്തായാലും ആ ട്രേയിൽ ഉണ്ടായിരുന്ന മീനുകളെല്ലാം നമ്മൾ ഈ ഒരു കണ്ടെയ്നറിലേക്ക് പിടിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കൂലിലോച്ചുകൾ എടുക്കുന്നുണ്ട്. ആ പാമ്പിൻ്റെ പോലെ ഷേപ്പിൽ നീങ്ങുന്നതാണ് കൂലിലോച്ചുകൾ. പിന്നെ ഇതിനകത്ത് ആൽബിനോ ഫുൾ റെഡ് ഗപ്പിയുടെ കുഞ്ഞുങ്ങൾ, പിന്നെ പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളും ഒരു അഡൽട്ട് പ്ലാറ്റിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടിയാണ് നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മൾ മെയിൻ്റെനൻസ് കഴിഞ്ഞ ആ ഒരു ടാങ്കിലേക്ക് കൊണ്ട് ഇടാനായിട്ട് പോണത്. അതിലേക്ക് ഇടുന്ന സമയത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരം നിങ്ങളെ കാണിക്കുന്നത് ഏതൊക്കെ മീനുകളാണ് ഇതിനകത്ത് ഉള്ളതെന്നുള്ളത്. റെഡ് ക്ലോ ക്രേഫിഷ് എന്തായാലും നമുക്ക് സക്സസ്ഫുള്ളായിട്ട് തന്നെ ബ്രീഡായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ കാണുന്ന ട്രെയിൽ ഫീമെയിൽ കിടക്കുന്നുണ്ട്.
അപ്പോൾ കുഞ്ഞുങ്ങളെ നമുക്ക് ഓരോ ദിവസങ്ങളിലായിട്ട് നമുക്ക് ഫുള്ളായിട്ട് എടുക്കാനായിട്ട് പറ്റില്ല. കാരണം ഫീമെയിലിൻ്റെ ടെയിലിൻ്റെ അടിയിൽ നിന്ന് എല്ലാ കുഞ്ഞുങ്ങളും പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ അവർ വരുന്നതിനനുസരിച്ച് ഈ ട്രേകളിലേക്ക് മാറ്റാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേ നമ്മൾ തിരിച്ച് നമ്മുടെ ആ ഒരു ടാങ്കിൻ്റെ അടുത്തേക്ക് തന്നെ വന്നിട്ടുണ്ട് ഈ മീനുകളായിട്ട്. അപ്പോൾ നമുക്ക് ഇവരെ പതുക്കെ ഇതിലേക്ക് ഇറക്കി വിടാം. പിന്നെ ഈ ഒരു ഷീറ്റിൻ്റെ കളർ യെല്ലോ കളറാണ്. ബ്ലാക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെങ്ങാനും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ മേടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് കളർ വാങ്ങിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് കുറച്ച് വില കുറഞ്ഞതാണ്, ഇത് കുറച്ച് വില കൂടിയതാണ്. അപ്പോൾ ഇതിന് കട്ടി കൂടുതലാണ്, ബ്ലാക്കിന് കട്ടി കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബ്ലാക്ക് ഒഴിവാക്കിയത്. ഈ ഒരു ടൈപ്പ് ഈ ഒരു കളറിലേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു കളർ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ ഒരു കളർ ശരിക്കും പെട്ടെന്ന് നമ്മൾ മീനുകളൊക്കെ ഇറക്കി വിടുമ്പോൾ ചില മീനുകൾക്കൊക്കെ സ്ട്രെസ്സ് വരാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ടുള്ള കളറുകൾ യൂസ് ചെയ്യുമ്പോൾ ചില മീനുകൾക്കൊക്കെ സ്ട്രെസ്സ് വരും. കാരണം ഇപ്പോൾ ആ കൂലിലോച്ചുകളൊക്കെ കണ്ടില്ലേ, അവർ ഡാർക്കായിട്ടുള്ളൊരു ഇതിലാണ് കിടന്നിരുന്നത്. ആ പാമ്പ് പോലെ നടക്കുന്ന മീനുകൾ കണ്ടില്ലേ, അവർ ഹൈഡിങ് സ്പോട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന മീനുകളാണ്, ഹൈഡ് ചെയ്തിരിക്കുന്ന മീനുകളാണ്. ഇതിനകത്ത് ഞാനിപ്പോൾ ഹൈഡിങ് സ്പോട്ട് സെറ്റ് ചെയ്തിട്ടില്ല. നാളെ അങ്ങനെയായിട്ട് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഈ മീനാണ് കൂലിലോച്ച്, ആ പാമ്പിൻ്റെ ഷേപ്പിൽ കിടക്കുന്നത്. അവർ ഇപ്പോൾ ഹൈഡ് ചെയ്തിരിക്കാനായിട്ട് സ്പേസ് തപ്പി നടക്കുകയാണ്. ഞാനിതിനകത്ത് ഹൈഡിങ് സ്പോട്ടൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികൾ. അപ്പോൾ ഇവരെല്ലാവരും ഇതിനകത്ത് നടക്കട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കുറച്ച് നാൾ നമുക്ക് നോക്കാം. കൂലിലോച്ചുകളെ കുറേ നാളായി ഞാൻ ഔട്ട്ഡോർ ടാങ്കിലേക്ക് മാറ്റണമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിനകത്ത് നമ്മളിപ്പോൾ നിറച്ചിട്ടുള്ളത് ഫ്രഷ് വെള്ളമാണ്. നമ്മൾ നമ്മുടെ പഴയ ടാങ്കിൽ നിന്ന് വെള്ളമൊന്നും ഇതിനകത്ത് കൊണ്ട് ഒഴിച്ചിട്ടില്ല. സാധാരണ നമ്മൾ ഔട്ട്ഡോർ ടാങ്കുകളിലൊക്കെ അത് ചെയ്യാറുള്ളതാണ്. നമ്മുടെ നൈട്രജൻ സൈക്കിളൊക്കെ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് വെള്ളം കണ്ടീഷൻ ആവാനും നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. ചിലപ്പോൾ നാളെ എങ്ങാനും ഞാനൊരു ബക്കറ്റ് നമ്മുടെ മറ്റ് ഔട്ട്ഡോർ ടാങ്കുകളിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന് ഇതിലേക്ക് ഒഴിക്കും. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് ചിലപ്പോൾ അഡാപ്റ്റ് ആവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഇവർ കിടന്നിരുന്ന ട്രേകളിലൊക്കെ നല്ല കണ്ടീഷനായിട്ടുള്ള വെള്ളമാണ്. ഇതിപ്പോൾ ഫ്രഷ് വെള്ളം ആയതുകൊണ്ട് അവർക്ക് എത്രത്തോളം അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ നാളെ ഞാനങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ ഓൾറെഡി മീൻ കിടക്കുന്ന ടാങ്കിൽ നിന്ന് ഒരു 1-2 ബക്കറ്റ് വെള്ളം ഇതിലേക്ക് കൊണ്ട് മിക്സ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഇതിനകത്ത് ചെടികളൊന്നും ഇനി ഇടുന്നില്ല. ചെടികൾ ഇടുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാവാറുള്ളത്. കാരണം ചെടികളൊക്കെ സ്പ്രെഡായി പിന്നെ ലൈറ്റ് കാര്യങ്ങളൊന്നും ഇതിലേക്ക് വരാതാവുമ്പോൾ ഓക്സിജൻ്റെ ഒക്കെ ഇഷ്യൂ വരാറുണ്ട്. ഇതിനകത്ത് നമ്മൾ എയറേഷനൊന്നും കൊടുക്കാറില്ല. അപ്പോൾ നോർമലി അങ്ങനെ നമ്മൾ ചെടികളൊന്നും ഇടാതെ വരുമ്പോൾ ഇതിനകത്ത് ആൽഗെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആൽഗെ പ്രൊമോട്ട് ചെയ്ത് വളർത്താമെന്നാണ് വിചാരിക്കുന്നത്. ആദ്യം ഞാൻ കുറച്ച് ചെടികൾ ഇതിനകത്ത് ഇടാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ നമ്മൾ ക്ലീനിങ്ങിൻ്റെ ഒക്കെ സമയത്ത് ചെടികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ സൈഫോണൊക്കെ ഉപയോഗിച്ച് വലിച്ച് കളയുന്ന സമയത്ത് അടിത്തട്ടിൽ കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ വരും. ഇതിപ്പോൾ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആൽഗെ വരും. പക്ഷേ ക്ലീനിങ് വളരെ എളുപ്പമാണ്. അടിഭാഗത്ത് ജസ്റ്റ് ഇവരുടെ അഴുക്കും കാര്യങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു സൈഫോൺ ഉപയോഗിച്ച് ജസ്റ്റ് ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് ദിവസം എടുക്കും എന്തായാലും ഈ ഒരു വെള്ളം കണ്ടീഷനായി വരാനായിട്ട്. നേരത്തെ പറഞ്ഞതുപോലെ പഴയ ടാങ്കിൽ നിന്ന് വെള്ളം കൊണ്ട് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കണ്ടീഷൻ ആയിക്കോളും. പിന്നെ നമ്മൾ ഇതിനകത്ത് നിന്ന് എടുത്ത് മാറ്റിയ ആ ചെടികളെല്ലാം നമ്മൾ പുതിയതായിട്ട് സെറ്റ് ചെയ്ത ഒരു ടാങ്ക് ഉണ്ടല്ലോ, നമ്മുടെ സാൽവീനിയ ടാങ്ക്, ആ ടാങ്കിലേക്ക് കൊണ്ടിടാനാണ് പോണത്. വേറെ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ടെറസിൻ്റെ മുകളിൽ 1-2 കണ്ടെയ്നറുകളിൽ സാൽവീനി ഇരിക്കുന്നുണ്ട്. അതെല്ലാം കൊണ്ടുപോയി ആ ടാങ്കിൽ ഇടാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് സൺലൈറ്റ് കുറവാണ്, പെട്ടെന്ന് ടാങ്കിൽ സ്പ്രെഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. മാക്സിമം കളക്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് ആ ഒരു ടാങ്കിൽ ഫുള്ളായിട്ട് കവർ ചെയ്തിടാനാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ആൽഗെ വരാനായിട്ട് സാധ്യതയുണ്ട്. മഴക്കാലം ആയതുകൊണ്ട് പെട്ടെന്ന് ആൽഗയുടെ ആ ഒരു അറ്റാക്ക് ഉണ്ടാവില്ല. എങ്കിലും ആ ഒരു ടാങ്കിൽ നമ്മൾ മാക്സിമം കവർ ചെയ്തിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ടാങ്ക് സെറ്റ് ചെയ്ത വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തിട്ട് ആ വീഡിയോസ് എല്ലാം കാണാവുന്നതാണ്. ഈ കാണുന്ന ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളെല്ലാം നമ്മുടെ അക്വേറിയത്തിൽ കിടക്കുന്ന പെയർ ഉണ്ടായ കുഞ്ഞുങ്ങളാണ്. അവരിപ്പോൾ വലുതായതാണ്. ഇതേ നമ്മുടെ കൂലിലോച്ചുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഹൈഡിങ് സ്പോട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് സ്ട്രെസ്സായിട്ട് സൈഡിൽ വന്ന് കിടക്കുകയാണ്. വെള്ളം ആൽഗെ അടിച്ച് ഡാർക്കായി കിടക്കുകയായിരുന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഹൈഡിങ് സ്പോട്ടൊന്നും നമ്മൾ സെറ്റ് ചെയ്യണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. അവർ സൈഡിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഈ പോളിത്തീൻ ഷീറ്റിൻ്റെ മടക്കിൻ്റെ ഇടയിലൊക്കെ പോയി ഹൈഡ് ചെയ്തിരുന്നോളും. VC ഹൈഡിങ് സ്പോട്ടായിട്ട് ഇട്ടാലും ചെറിയ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ എഡ്ജ് തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു ഷീറ്റ് കീറാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.